എങ്ങനെയായിരുന്നു? നല്ല രീതിയിലിട്ടുണ്ട്. നല്ല കൂട്ടൊന്നും ചെയ്തിട്ടില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ പടം ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല പാരൻ്റെയും ഫിലിം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ ഇത്രയും നല്ല ഇതൊരു പടം മലയാളത്തിൽ ഇതുവരെ ഉണ്ടായില്ല. ലാലേട്ടൻ എങ്ങനെയുണ്ട് ചേട്ടാ? ലാലേട്ടൻ നല്ല മാസ് പെർഫോമൻസ്, ഇടയ്ക്കിടയ്ക്കുള്ളതെങ്കിലും നല്ല അടിപൊളി. പൊളിറ്റിക്സും എല്ലാം നന്നായിട്ട് പറയുന്നുണ്ട്. നല്ല റൈറ്റിംഗ് ആയിരുന്നു. ലൊക്കേഷനൊക്കെ നല്ലൊരു എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയം? നല്ലൊരു അഭിനയമായിരുന്നു മൊത്തത്തിൽ. മഞ്ജു വാര്യരും ഒക്കെ കലക്കിയിട്ടുണ്ട്. ലാലേട്ടനും പ്രത്യേകിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ടൊക്കെ വരുന്നത് കലക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, അപ്പോൾ കാണാം. എങ്ങനെയുണ്ട് ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ട്? നല്ല മേക്കിംഗ് ആയിരുന്നു. മലയാളം പടം കാണുമ്പോൾ നല്ല ഫിലിമായിരുന്നു. പബ്ലിക് ഔട്ട്റേജ് ഉണ്ടാകേണ്ട ഫിലിമല്ല, വളരെ നല്ല ഫിലിമായിരുന്നു. കണ്ടിരിക്കേണ്ട ഒരു സിനിമ. ബട്ട് ഈ ഒരു ഔട്ട്ക്രൈ ഉണ്ടല്ലോ, ഇതിൻ്റെ സെൻസറിങ് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കാണാൻ പറ്റുന്നത് തന്നെയാണ്, എല്ലാവരും കാണാൻ പറ്റുന്നതാണ്. ആരെയും കുത്തി നോവിക്കുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷെ അത് കൊള്ളുന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. റീസെൻസറിങ്ങിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമുള്ള ഫിലിമല്ല. ഒരു നടന്നൊരു സംഭവത്തിനെ പ്രതിപാദിപ്പിക്കുന്നുണ്ട്, അത്ര മാത്രം. ഒരു സിനിമയായിട്ട് കാണണം. സിനിമയായിട്ട് കണ്ടാൽ മതി. ഓക്കെ. എല്ലാവരുടെ ഒരു മൊത്തത്തിൽ തിയേറ്ററിൽ എങ്ങനെ ഉണ്ടായിരുന്നു? റോളമായിരുന്നോ? കിടിലം എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നല്ല പടമായിരുന്നു. അങ്ങനെ ഇപ്പോൾ റീസെൻസറിക്ക് പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു ആവശ്യമില്ല. പബ്ലിക്കലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെയുണ്ട്? ലാലേട്ടൻ തകർത്ത് അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറും അടിപൊളിയായിരുന്നു. പിന്നെ L3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. L3ക്കോ? അതെ. പിന്നെ ഈ വാർത്ത കാണിക്കുന്ന അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത്ര കുഴപ്പമില്ല, നല്ല സിനിമയാണ്. മേക്കിംഗ് ഒക്കെ നല്ലതാ. മാമ എങ്ങനെയുണ്ട്? ആ, ലാലേട്ടൻ എങ്ങനെയുണ്ട്? സിനിമയിൽ രാഷ്ട്രീയ കലർത്തുന്നൊരു വിവാദം വന്നിരിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത്? ഇത് ചുമ്മാ പറയുന്നത്, ഇതിലൊന്നും അങ്ങനെയൊന്നുമില്ല. മോനെ എങ്ങനെയുണ്ട് പടം? നല്ല സിനിമ. ആ, ലാലേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ച് കൂടെ ഗംഭീരമായിട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഒരു ആൾക്കാരെ പോലത്തെ ചോയ്സ് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ചില പ്രശ്നങ്ങൾ ഉള്ളത് എല്ലാവരും പറയുന്നത് പോലെ എനിക്ക് തോന്നിയില്ല. സീരിയസ് എനിക്ക് തോന്നിയില്ല. മേക്കിങ്ങും എല്ലാ കാര്യത്തിലും നൈസായിരുന്നു. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നൈസായിരുന്നു. എല്ലാവരായാലും നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസ്? നൈസാണ്, നല്ല പടമാണ്. ഓക്കെ. പിന്നെന്താണ് ഇഷ്ടപ്പെട്ട ചേട്ടാ? ഒരു ഇപ്പോൾ റീസെൻസറിങ്ങിൻ്റെ കാര്യം പറയാനുണ്ട്, അതിനോട് യോജിക്കുന്നുണ്ടോ? അത് ഞാൻ യോജിക്കുന്നില്ല. കാരണം സിനിമയിൽ എന്തെങ്കിലും ഉള്ളത് ഫിക്ഷനായിട്ടാണ് ഇടുന്നതല്ലേ, അതിന് വെറുതെ ചുമകളത്ത് കൊടുത്തിട്ട് എന്തിനാണ്? എനിക്കത് അപ്പോൾ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി. അതെ, സിനിമയായിട്ട് കാണാം. അതിന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പടം ലാലേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെ പോലെ പടം? നൈസ് പടം. ഇവിടെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ലൈക്ക് വെറുതെ. ഫസ്റ്റ് ഹാഫും കിടലുമാണ്, എല്ലാം സെറ്റാണ്. കണ്ടു സെൻസർ ചെയ്യാൻ അതിന് മുമ്പ് കാണാനായിട്ടാണ് ഫാമിലിയായിട്ട് എല്ലാവരും വന്നത്. ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഡീഗ്രേഡിംഗ് ഉണ്ടോ കൊടുത്തത്? ഡീഗ്രേഡ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഡിസ്പ്ലേസിൽ കാണുന്ന ചെയ്തത്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്. ഈ പറയുന്ന ഡീഗ്രേഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം മലയാളികൾക്ക് അറിയാം എന്താണ്. മോനെ എങ്ങനെയുണ്ട് പടം? നല്ലതായിരുന്നു, കുഴപ്പമില്ല. ചുമ്മാ ഇവർ കോമൺ പറഞ്ഞു അങ്ങനെ സ്ക്രീൻ ടൈം കുറവോ അല്ലെങ്കിൽ ലാലേട്ട ഡയലോഗില്ല, അങ്ങനെയൊന്നുമില്ല. ഐ കോൺടാക്റ്റിൽ തന്നെ എല്ലാ ഡെലിവർ ആവുന്നുണ്ട് പടം. വെറുതെ കുറേ ഡയലോഗ് കേട്ട് നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചേട്ടാ റീസെൻസറിൻ്റെ ആവശ്യമുണ്ടോ? റീസെൻസറിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? റീസെൻസറിങ്ങിൻ്റെ ആവശ്യം അത് മിക്സഡ് ഇതാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയതായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഏജ് ഗ്രൂപ്പിലെല്ലാവരും ഹോളിവുഡ് പടത്തിൽ അത്യാവശ്യം കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാർക്കോ എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ അവിടെയൊന്നും നമ്മൾ ആ നെഗറ്റീവില് എടുക്കാണ്ടിരുന്നാൽ മതി. ന്യൂട്രലായിട്ട് കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി എന്നുള്ള രീതി. അതെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ആ ഒരു 3 hours ഡെലിവർ ചെയ്തു. ലാലേട്ടൻ്റെ ഫാൻസ് ചിലപ്പോൾ ഒന്നുകൂടെ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. കാരണം ലാലേട്ടൻ്റെ ഡയലോഗ് കണ്ടന്റ് ഇല്ല, ഒരു കുറവുണ്ട്. ഭയങ്കര വൺ സൈഡഡ് ആയി പടം. കുറച്ചുകൂടെ ലൂസിഫറിൽ നമുക്ക് ഓവറോൾ നല്ല കമ്മ്യൂണിക്കേഷനാണ്. ആ ഒരു ഡെപ്ത് ഇല്ല. ഭയങ്കര പടം വൺ സൈഡഡ് ആയിപ്പോയി എന്നുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. നെഗറ്റീവ് ഒന്നും ഇല്ലായിരുന്നു ആക്ച്വലി. ഫസ്റ്റിലാണെങ്കിൽ ഫസ്റ്റിനെക്കാട്ടി സെക്കൻഡ് വരുമ്പം ഫുൾ ബാക്ക് സ്റ്റോറിയാണ് പോകുന്നത്. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും അങ്ങനെയാണ് ഫുൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് തോന്നിയത്. അല്ലാണ്ട് ഫിലിമിലൊരു ബാഡില്ല. സിനിമ റീസെൻസർ ചെയ്യണോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനോട് തോന്നിയിട്ടൊന്നുമില്ല. ഉള്ള കാര്യം പോകുന്നതെന്ന് പറഞ്ഞാൽ
എങ്ങനെയുണ്ട് പടം? ലാലേട്ടൻ എങ്ങനെയുണ്ട്? നല്ല മൂവി ആ നന്നായിട്ട് ഇഷ്ടമായി ലാലേട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളി